മക്കളെ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹാർബറിൽ പോയിട്ട് ഒരുപാട് ദിവസമായി. പക്ഷേ ഇന്ന് ഞാൻ പോയ സമയത്ത് കണ്ടതാണ് ചെമ്മീൻ. അല്ല, അത്യാവശ്യം വലുപ്പം, ചെറിയൊരു കുഴപ്പമില്ലാത്ത വലുപ്പത്തിലുള്ള നല്ല അടിപൊളി ചെമ്മീൻ. അല്ല, ചുവന്ന ചെമ്മീൻ ഉണ്ടല്ലോ, കറി വെക്കാനും പൊരിക്കാനും അതേപോലെ ഉണക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചെമ്മീനാണ് കിടക്കുന്നത് മാർക്കറ്റിൽ. നമ്മളെ കടലിലെ സ്വർണ്ണം എന്ന് പറഞ്ഞാൽ ചെമ്മീനാണല്ലോ. അപ്പോൾ ഈ സാധനം ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. വില എന്ന് പറഞ്ഞാൽ വെറും 50 റുപ്യ ഒരു kg. ഞാൻ ഏകദേശം ചില്ലറ നമ്മൾ വാങ്ങി കഴിക്കാൻ വേണ്ടിയുള്ള ലെവലിൽ ഞാൻ വാങ്ങിട്ടോ. അടിപൊളി ചെമ്മീനാണ് കേട്ടോ, വേറെ ലെവൽ ചെമ്മീൻ. അപ്പോൾ എന്താ പറയുക, മറക്കണ്ട, പോയി ആരെങ്കിലും നാട്ടിൽ നമ്മൾ താനൂർ ഭാഗത്തുണ്ടെന്നുണ്ടെങ്കിൽ ഹാർബറിൽ പോയിട്ട് ചെമ്മീൻ വാങ്ങിക്കൂടി. നാളെ രാവിലെ ഉണ്ടാവും, രാവിലെ പോകണം കേട്ടോ. തീരുമാനമാവും. കാരണം വെച്ചാലേ ആ ഒരു കവറ് കൊടുത്ത് 50 റുപ്യക്ക്, ഒരു 50 റുപ്യക്കാണ് ഒരു കവറ് ചെമ്മീൻ കൊടുക്കുന്നത്. പിന്നെ വെച്ചാൽ ചെമ്മീൻ്റെ വേറെ വിഷയം എന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനത്തെ കടൽപ്പുഴ ഉണ്ടാവും. കാരണം ഇതുള്ളതുകൊണ്ടാണ് ചെമ്മീൻ ഇപ്പോൾ വലിയ ഒരു 10 കൊട്ട ചെമ്മീൻ കിട്ടിയാൽ അതിൽ 4 കൊട്ട ഈ സാധനമായിരിക്കും. ഈ സാധനത്തിൻ്റെ ശല്യം കൊണ്ടാണ് ഇത്. ഈ ചെമ്മീൻ്റെ കൂടുതൽ എപ്പോഴും ഉണ്ടാവും. ഈ ശംഖായാലും ഇത് ഇങ്ങനത്തെ പുഴുക്കളായാലും ചെമ്മീൻ്റെ കൂടുതൽ കണ്ടില്ലേ. അപ്പം വേറെ രാജ്യങ്ങളിലൊക്കെ ഇത് ഫുഡാണ് കേട്ടോ, ഇത് കഴിക്കണുണ്ടെന്നാണ് പറഞ്ഞത് കടൽപ്പുഴു. ഇത് ചെമ്മീൻ്റെ കൂടെ മാത്രമേ അധികം കാണുള്ളൂ. പിന്നെ മത്തിയൊക്കെ ഉണ്ടാകും, അതിൻ്റെ കൂടെ ഈ കടൽപ്പുഴു ഉണ്ടാവും കേട്ടോ. പക്ഷേ എന്താണെന്ന് പറയുക, ഇത് നമുക്കൊരു ശല്യമാണ്. ചില രാജ്യങ്ങളിൽ ഇത് ഉപയോഗിക്കുന്നത് പറയാം, നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. ഉപയോഗിക്കുന്നവർ വന്ന് കൊണ്ടേക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമുക്കിത് ആവശ്യമില്ല. കണ്ടില്ല ആളുകൾ, ഇത് ഭയങ്കര ശല്യമായതുകൊണ്ട്. കാരണം ഇത് പെറുക്കി എടുക്കുമ്പോൾ 2 കൊട്ട ചെമ്മീനും ഇത് ഉണ്ടെന്നെങ്കിൽ ഒരു കൊട്ട ഒരു കൊട്ട ഇതുമായിട്ട് മാറും. പിന്നെ കുറേ ജോലിയുമാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ അവിടെ കണ്ട ഒരു പ്രത്യേക തരം ഞണ്ട്, റൗണ്ട് സൈസിൽ. കാരണം അത് കഴിക്കൊന്നുമില്ല, അങ്ങനെ കടിക്കൊന്നുമില്ല, പാവം ഞണ്ട്. ഞാൻ അടുത്ത് കടലിലേക്ക് ഇട്ടു. അല്ല, ഹാർബറിൽ നല്ല തിരക്കാണ്. രാവിലെ സമയത്ത് പോയി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രഷ് മീൻ കിട്ടും. ഇന്നത്തെ കറി ചെമ്മീൻ കറി തന്നെയാണ് രാവിലെ. കണ്ടില്ലേ, ഒരു 7 മണിക്കൊക്കെ കണ്ട് പോയാൽ മതി. നല്ല ചെമ്മീൻ തുരുതുരാ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ നമുക്ക് ഹാർബറിലേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. കണ്ടില്ലേ. പിന്നെ അതേപോലെ ഞണ്ടുണ്ട്, പിന്നെ മാന്തൽ. ഏത് സമയം നോക്കിയാലും വില കൂടിയൊരു സാധനം അവിടെ ഉണ്ടാവും മാന്തൽ. ഇന്നും കിലോ 220 അവിടുത്തെ റേറ്റ്. അപ്പോൾ ആലോചിച്ച് നോക്കിയാൽ മാന്തൽ ഭയങ്കര റേറ്റാണ് ഏത് സമയത്തും. കാരണം ചെന്ന് ഏറ്റവും ടേസ്റ്റുള്ള മീൻ മാന്തലാണ്. കണ്ടില്ലേ, ഈ ഒരു കൂട്ടത്തിന് വെറും 50 റുപ്യാണ്. 50 റുപ്യക്ക് ഈ ഒരു കൂട്ടം, നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത റേറ്റിനാണ് നമുക്ക് ചെമ്മീൻ കിട്ടുന്നത്. ചെമ്മീൻ ആലോചിച്ച് നോക്കിയാണെങ്കിൽ പറയുമ്പോൾ ഇപ്പോൾ അൺസീസണാണ്, മീനിൻ്റെ സീസണൊന്നുമല്ല, അൺസീസണാണ്. കാരണം ചെറുതായിട്ട് മീൻ ഉണ്ടാകുന്ന സമയമാണ്. പിന്നെ ഈ ചെറിയ തോണിക്കാർക്ക് കിട്ടുന്നതാണിത്, കരിക്കാടി ചെമ്മീൻ, ഇങ്ങനത്തെ ചെമ്മീനൊക്കെ. അപ്പോൾ ഇപ്പോൾ ഈ റേറ്റിനായിട്ട് വെട്ടെന്ന് പോകും. കാരണം ചെമ്മീൻ വെച്ചാൽ അധികം വെക്കാനും പറ്റില്ല, വേഗം സൈസായി പോകും. അപ്പോൾ എനിക്ക് പറയാനുള്ള വെച്ചാൽ ഈ സമയം രാവിലെയൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ കാരണം തന്നെ ഞാൻ ഇങ്ങനൊരു ബ്ലോഗ് തുടങ്ങാനുള്ള കാരണം തന്നെ പക്ഷേ നല്ല മീൻ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മൾക്ക് കിട്ടുമ്പോൾ ഞാനത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാം, കാണിച്ചു തരാം. അങ്ങനെയെങ്കിലും പോയിട്ട് നിങ്ങൾ മീൻ വാങ്ങിക്കോളി. അങ്ങനെ ഹാർബറിലൊക്കെ പോയി വാങ്ങുമ്പോൾ ലാഭമാണ്, ഫ്രഷ് മീനും കിട്ടും. അപ്പോൾ ഇതൊക്കെ രാവിലെയൊക്കെ പിടിച്ച മീനുകളാവും. അത് സ്പോട്ടിൽ നമുക്ക് കൈ കിട്ടുന്നത് അടിപൊളിയല്ലേ. പിന്നെ ഇവിടെ ഐസിട്ട് വെക്കണ പരിപാടിയില്ല, നേരിട്ട് അങ്ങോട്ട് ചാമ്പുക. ഞാൻ ഈ കോട്ടയിൽ കാണിച്ചിരുന്നുണ്ട് നിങ്ങൾ. നല്ല ഫ്രഷ് ചെമ്മീൻ, വേറെ ലെവൽ ചെമ്മീൻ കേട്ടോ. കഴിക്കാൻ വേറെ ലെവലാണ്, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും പോയിക്കോളി നമ്മളെ ഹാർബറിൽ. കണ്ട ഈ ഇങ്ങനത്തെ മീൻ വരുമ്പോഴാണ് അതിന് പ്രശ്നങ്ങൾ. കാരണം വെച്ചാൽ ഈ ഒരു അത് കണ്ടല്ലേ, കടൽപ്പുഴു വരുമ്പോഴാണ് അതൊരു വേറെ ലെവലായിട്ട് മാറുന്നത്. ശരിക്കും വന്നാൽ ഇത് പിടിക്കണവരെ ക്ഷമ നശിക്കൽ ഈ കടൽപ്പുഴിനെ കൊണ്ടാണ്. അത് മാറ്റി പ്രാന്താവും. അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ മറക്കണ്ട, നല്ല ചെമ്മീനുള്ള സമയമാണ്. ബിരിയാണിയൊക്കെ വെച്ച് തമർത്താം. നല്ല ഫ്രഷ് ചെമ്മീൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോയിട്ട് നേരിട്ട് പോയി വാങ്ങിക്കോളി. നമ്മളിവിടെ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര വില ആയിരിക്കും. അപ്പോൾ മറക്കണ്ട കേട്ടോ, നല്ല ചെമ്മീനാണ്, നല്ല ഫ്രഷ് ചെമ്മീനാണ്, അടിപൊളി ചെമ്മീനാണ്. രാവിലെയൊക്കെ ഞാൻ കറി കൂട്ടിയപ്പോൾ എന്താ ടേസ്റ്റ് മക്കളെ, അടിപൊളി. ഉണക്കിയിട്ടും തമർത്തി എടുത്ത ചളി.